ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിവിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, എങ്ങനെ നമുക്ക് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാം എന്ന് പഠിച്ചു. അതുപോലെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഗുണിക്കാം എന്നുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് മെല്ലെ എന്ത് ചെയ്യാം, കുറച്ച് ചെറിയ ചെറിയ നമ്പേഴ്സ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇത് എന്റെ കൂടെ കുറച്ച് പേരുണ്ട്, അമ്മു അതേപോലെ തന്നെ പൊന്നു. അപ്പൊ അത് അമ്മുനെയും പൊന്നുനെയും എന്റെ മക്കള് നമ്മളെ ബോർഡിൽ കാണുന്നുണ്ടാവുമല്ലോ. അവർക്ക് നമ്മളുടെ രാമേട്ടന്റെ കടയിൽ നിന്ന് കുറച്ച് പെൻസിൽ വാങ്ങണം. ഇത് നോക്കിക്കാൻ, നമ്മളെ രാമേട്ടന്റെ കടയിലുള്ള പെൻസിലിന് ഒരെണ്ണത്തിന് 4 രൂപയാണേ. അപ്പൊ ഒരു പെൻസിലിന് 4 രൂപയാ. നമ്മൾ അമ്മുക്കുട്ടിക്ക് അതിൽ നിന്ന് 5 പെൻസിൽ വാങ്ങണം. അമ്മുക്കുട്ടിക്ക് 5 പെൻസിൽ വാങ്ങണം. അതേപോലെ പൊന്നുകുട്ടിക്ക് 6 പെൻസിലാണ് വാങ്ങേണ്ടത്. അപ്പൊ നോക്കാലോ, അമ്മുക്കുട്ടിക്കും പൊന്നുകുട്ടിക്കും നമ്മളെ രാമേട്ടന്റെ കടയില് ഈ 5 പെൻസിലും അതേപോലെ തന്നെ 6 പെൻസിലും വാങ്ങിയാൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്ന് നോക്കാലോ. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു പെൻസിലിന് 4 രൂപയേ ഉള്ളൂ അല്ലെ. അപ്പൊ അമ്മുക്കുട്ടി 5 പെൻസിൽ വാങ്ങിയാല് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പെൻസിലിനും 4 രൂപ വെച്ച് 5 പെൻസിലിനും കൊടുക്കണം അല്ലെ. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ 4 രൂപയുള്ള ഒരു പെൻസിലിനെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 4 × 5 ചെയ്യണം. 4 × 5, 4 ഗുണിക്കണം 5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുവടാ, 20 അല്ലെങ്കിൽ 20 എന്ന് എന്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പൊന്നും എത്ര രൂപ കൊടുക്കേണ്ടി വരും രാമേട്ടന്, ഇവിടെ നോക്കിയാല് അവിടെ 4 × 6 ചെയ്താൽ മതി പൊന്നു രാമേട്ടന് കൊടുക്കേണ്ട പൈസ കിട്ടാൻ അല്ലെ. അപ്പൊ 4 × 6 ചെയ്താൽ എത്ര വരും, 24 എന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമ്മളെ ചിന്നുകുട്ടിക്കും എന്ത് വേണോടാ, കുറച്ച് പെൻസിൽ വാങ്ങണം. ചിന്നുകുട്ടിക്ക് വാങ്ങേണ്ട പെൻസിൽ എന്ന് പറഞ്ഞാൽ 9 പെൻസിലാണ്. അപ്പൊ രാമേട്ടന്റെ കടയിൽ പോയിട്ട് ചിന്നുകുട്ടി 9 പെൻസിൽ വാങ്ങുകയാണെങ്കിൽ എത്ര രൂപയായിരിക്കും ചിന്നുവിന് രാമേട്ടന് കൊടുക്കേണ്ടി വരിക എന്നെ മക്കളൊന്നും എല്ലാം കണ്ടുപിടിച്ച് നോക്കിക്കേ. അപ്പൊ ഇതേപോലെ സിമ്പിൾ ആയിട്ട് ഓരോ നമ്പർ നമുക്ക് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്ത് നോക്കിയത് ചെറിയ 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 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാനാണ് അല്ലെ. അപ്പൊ അതുപോലെ വലിയ നമ്പറുകൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ ബൈ ബൈ.